നാട്ടിൽ പുരോഗമനം വരുന്നില്ല എന്നുള്ളൊരു തെളിവാണ് ബി.ജെ.പി. അധികാരത്തിലിരിക്കുന്നത്. പിന്നെ അതിനകത്ത് പുരോഗമനം എങ്ങനെ വരുന്നത്? ഫെമിനിസ്റ്റുകൾ എന്ന് സ്വയം പറയാൻ ധൈര്യപ്പെടുന്ന സ്ത്രീകൾ എത്രയുണ്ട് എന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ എണ്ണി തീർക്കാൻ പറ്റും. പുരുഷന്മാർ പരസ്പരം പറയത്തില്ലേ, ഞാൻ ഫാമിലിയായി അങ്ങോട്ട് പോയി എന്ന്. അപ്പൊ അയാൾ ഫാമിലി അല്ല, അയാളുടെ ഫാമിലിയാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് അർത്ഥം. കെ.എസ്.ആർ.ടി.സി. ഡ്രൈവറായ ഒരു സ്ത്രീ വന്നാൽ ഇന്ന് ഇപ്പോഴും പടം എടുത്ത് പത്രത്തിനകത്തിടും. പ്രത്യേക ഇന്റർവ്യൂ ആണ്. ഒരാൾ കളക്ടർ ആയാൽ പോലും ഇന്റർവ്യൂ ചെയ്തു. കാരണം അതൊക്കെ അത്ഭുതമാണ്, അത്ഭുതത്തിൽപ്പെടുന്നവരാണ്. ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു. അപ്പോൾ മൈത്രേയൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നും ഈ കാലഘട്ടത്തിലും ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നതിന് ശേഷവും സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്തുകൊണ്ടായിരിക്കും ഇന്നത്തെ കാലത്തും ഇത്ര കുറവായിട്ട് വരുന്നത്? ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട്. എന്താണ് ഈ സംഭവങ്ങൾ നടന്നത്? എന്താ നമ്മൾക്ക് ഇങ്ങനെ പറയുന്നത്? എന്താണ് ഈ സംഭവങ്ങൾ നടന്നത്? പുരോഗമനം അതാണ് പുരോഗമനം സംഭവിച്ചു എന്ന് പറയുമ്പം നടന്നിട്ടില്ല എന്നുള്ളതിന്റെ ഇൻഡിക്കേറ്റർ അല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ പിന്നെ നടന്നു എന്ന് പറയുന്നത് എവിടുന്നാണ്? എന്ത് പറഞ്ഞിട്ടാണ്? അപ്പൊ ഈ പുരോഗമനം നടന്നു എന്ന് നമ്മൾ വാദിക്കുമ്പോഴും അത് നടന്നിട്ടില്ല എന്നുള്ളത് ജാതി മത അനുസരിച്ചിട്ടുള്ള ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന നാട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ എന്തിനാ അത് സംസാരിക്കേണ്ട കാര്യം എന്താ? അല്ല, ആ ഇലക്ഷനിൽ പോലും സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം, ആ ഇലക്ഷനിൽ പോലും എന്ന് പറയാതെ ആ ഇലക്ഷനകത്ത് മതപരമായ ഒരു 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 എന്താണ് സംഘടനയാണ് അവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടി. അതായിരിക്കുമ്പോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് എന്ത് പുരോഗമനത്തിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ബി.ജെ.പി. എന്ന് പറയുന്ന മതപ്പാർട്ടി പ്രധാന പാർട്ടിയായി ഇന്ത്യയിൽ മാറിയിരിക്കുമ്പം നിങ്ങൾ പുരോഗമനപരമായി എന്ത് സംഭവിച്ച കാര്യമായി പറയുന്നതെന്നാണ് എന്റെ ചോദ്യം. മറുചോദ്യമാണ്. അപ്പൊ പിന്നെ അത് വരും. അപ്പൊ അത് വരുന്ന സമയത്ത് പുരോഗമനപരമായ കാര്യങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിന്റെ കാര്യം എന്താ? നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുന്നതുകൊണ്ടാ നാട്ടിൽ പുരോഗമനം വരുമെന്ന് വിചാരിക്കുന്നത്. നാട്ടിൽ പുരോഗമനം വരുന്നില്ല എന്നുള്ളൊരു തെളിവാണ് ബി.ജെ.പി. അധികാരത്തിലിരിക്കുന്നത്. പിന്നെ അതിനകത്ത് പുരോഗമനം എങ്ങനെ വരുന്നത്? ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യം അതിനകത്ത് വരുത്തിയാൽ അവിടെ എന്താണ് പ്രസിഡന്റായിട്ട് ഒരു സ്ത്രീ ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ പുരോഗമനം എല്ലാം കഴിഞ്ഞില്ലേ? പിന്നെന്താ പ്രശ്നം? അവര് എണീറ്റ് നിൽക്കണമല്ലോ. രണ്ട് പ്രധാനമന്ത്രിയും ഭാരതരത്നവും കൂടി ഇരിക്കുമ്പോ അങ്ങനെയല്ലേ? ഇതൊക്കെ നടന്നിരിക്കുന്ന കാര്യം ഒരു പാർലമെന്റിന്റെ ഇലക്ഷന് വിളിക്ക് പോലും ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആളല്ലേ ഉള്ളത്. ഏത് തരത്തിലാണ് പറയുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളെങ്കിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും സ്ഥാനം ഉണ്ടായിരുന്ന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ്. അത് മാത്രമല്ല, ജാതിയും മതവും അനുസരിച്ചിട്ടാണ് കാൻഡിഡേറ്റിനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിരുന്നുകൊണ്ട് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പുരോഗമനം പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ എവിടെയാണ് അത് സംഭവിക്കുന്നത്? ഈ പുരോഗമനമാണ് എവിടെയാണെന്നാണ് പറയാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ ചോദ്യം അതാണ്. പാലവും ബസ്സും ട്രെയിനും ഒക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഉണ്ട്, അതെല്ലാം ഉണ്ട്. മതവിശ്വാസം അനുസരിച്ചിട്ട് പീരിയോഡിക് ടേബിൾ എടുത്തു കളഞ്ഞിരിക്കുന്ന എവല്യൂഷൻ പഠിപ്പിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു സമൂഹത്തിനകത്ത് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഇത് സംസാരിക്കുമ്പം ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അല്ലേ എടുക്കേണ്ടത്? അതിനകത്ത് എവിടെയാണ് പുരോഗമനപരമായ ലോകമുള്ളത്? പഴയ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ പല മേഖലകളിലും സ്ത്രീകളുടെ ഒരു ഇൻവോൾവ്മെന്റ് കാണുന്നുന്നുള്ളതിന്റെ അല്ല അത് തന്നെ. അത് എവിടെയാണെന്ന് പറ. രാഷ്ട്രീയത്തിൽ എവിടെയാണ് അവർക്ക് അവരുടെ ഇൻവോൾവ്മെന്റ്? അതിനകത്ത് സ്ത്രീ അതില്ല എന്നുള്ളതിന്റെ തെളിവിരിക്കുമ്പോ പിന്നെ പുരോഗമനം നടക്കുന്നു എന്ന് പറയുമ്പോ എവിടെയാണ് അത് പറയണ്ടേ? അപ്പൊ അത് പറയാതെ നമ്മൾ എങ്ങനെയാണ് അത് പറയുന്നത്? നാടിനകത്ത് അമ്പലം പണിയുന്ന പ്രൈം മിനിസ്റ്റർ, സ്റ്റാച്യു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രൈം മിനിസ്റ്റർ, അപ്പോൾ രാജ്യം പുരോഗമനപരമായി മുന്നോട്ട് നീങ്ങുകയാണെന്നുള്ളതിന് ഇൻഡിക്കേറ്റർ എന്താണ്? എല്ലാ കോടതിക്കകത്തു നിന്നും വിധികൾ വരുമ്പോൾ മനുസ്മൃതി ഉച്ചരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സ്ഥാപനങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിങ്ങൾ എങ്ങനെയാണ് എന്ത് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ടാണ് അത് പറയുന്നത്? ഉണ്ടായിരുന്ന എന്തെങ്കിലും ജനാധിപത്യ അവകാശങ്ങൾ തന്നെ പൊതുവായിട്ടുണ്ടായിരുന്നവരുടെ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹം പിന്നെ എന്ത് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് പറയുന്നത്? സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ നുണ പറയുന്ന പോലെ സംസാരിക്കുന്നിടത്താണോ പുരോഗമനപരമായ കാര്യങ്ങൾ നടക്കുന്നത്? അതിനകത്ത് തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിവിലൈസ്ഡ് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഏത് സാധനത്തിനകത്ത് എടുത്താൽ ഇപ്പൊ ശബരിമലയിലെ സ്ത്രീകൾ ഞങ്ങൾ കയറുന്നില്ലെന്ന് പറഞ്ഞ അവിടെ സംഘമായിട്ട് വന്നത് കയറുന്നില്ലെന്ന് പറഞ്ഞ സ്ത്രീകളല്ലേ?
കയറാൻ പോയ സ്ത്രീകൾ എത്ര പേരുണ്ട്? അപ്പൊ പിന്നെ നിങ്ങൾ ഏത് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. സ്ത്രീ എന്താണ് വിവാഹങ്ങൾ തന്നെത്താൻ തെരഞ്ഞെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള നിയമങ്ങളല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അമ്മയുടെ അച്ഛന്റെയും സമ്മതത്തോടെ വേണം കല്യാണം കഴിക്കാനെന്ന് പറഞ്ഞിട്ട് ഈയിടയ്ക്ക് എങ്ങാണ്ട് ഒരു ബില്ല് ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നില്ലേ? പിന്നെന്ത് ചെയ്യുന്നു? എവിടെ എന്റെ ചോദ്യം, എവിടെയാണ് ഈ ഇൻഡിക്കേറ്റർ? നിങ്ങൾ ഈ പറയുന്ന മറ്റുള്ള സമൂഹങ്ങളിൽ നിന്ന് ഭിന്നമായി ഇവിടെ പുരോഗമനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനുള്ള ഇൻഡിക്കേറ്റർ എവിടെയാണുള്ളതെന്നാ ചോദ്യം. അതുപോലുള്ള ഏതെങ്കിലും ഒരെണ്ണം പറ. പ്രൊഫഷണലി ആണെങ്കിലും ഇപ്പോ മീഡിയാസിലാണെങ്കിൽ പോലും അവിടെ സ്ത്രീകളുടെ പ്രാതിനിധ്യം പുരുഷന്മാരോട് ഒപ്പം അല്ലെങ്കിൽ പോലും അതിനോട് അടുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പം വർക്കിംഗ് വുമൻസിന്റെ ഒരു അല്ല, ആ പറയുന്ന സ്ഥലങ്ങളിനകത്ത് ഇരിക്കുന്നതിൽ സ്ത്രീകളുടെ സവിശേഷമായിട്ടുള്ള മുന്നേറ്റമായിട്ട് കാണുന്നു. അത് തൊഴിലാളികളെ കുറച്ചു പേര് കാശ് കുറച്ചുകൂടെ കുറച്ചു കൊടുത്തിട്ട് പെണ്ണുങ്ങളെ അവിടെ കൊണ്ടുപോയി നിർത്താവുന്ന ആലോചിക്കുന്ന യുക്തിക്ക് അപ്പുറത്തോട്ട് എന്താണ് അതിനകത്തുള്ളത്? അപ്പൊ പിന്നെ ഒരു ഇൻഡിക്കേറ്ററും നമുക്ക് ഇപ്പൊ നോക്കിയാല് നാട്ടിനകത്ത് ഹിന്ദു താലിബാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെല്ലാം കൂടെ ഇറങ്ങിയിട്ട് BJP-ക്കാർക്ക് വോട്ട് കൊടുത്തോണ്ടിരിക്കുകയാണെന്നെങ്കിലും ഓർക്കണം. അതാണല്ലോ ശബരിമല കണ്ടത്. സ്വന്തമായിട്ടുള്ള അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന ഇതുവരെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന സംവരണങ്ങൾ പോലും എടുത്തു കളയുന്നത്, സംവരണം തെറ്റാണെന്ന് പ്രചരിപ്പിച്ചു വരുന്ന സമൂഹം കൂടെ അല്ലേ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഏത് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് ഇപ്പൊ ഇത് തന്നെ? നിങ്ങളുടെ ചോദ്യം തന്നെയാണ് അതിന്റെ ഉദ്ദേശം. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിനകത്ത് ആണിനെയും പെണ്ണിനെയും രണ്ടായിട്ട്, ഇനി കേരളത്തിനകത്ത് തന്നെ എടുത്താൽ രണ്ടായിട്ട് ഇരുത്തിയിട്ടില്ലയോ? അവരെ കുട്ടികളായിട്ട് കാണുന്നില്ലല്ലോ, തുല്യരായിട്ട് കാണുന്നില്ലല്ലോ. ഇതൊന്നും സ്കൂളിനകത്ത് സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ എവിടെയാണ് ഈ ഇൻഡിക്കേറ്റർ എന്നാണ് എന്റെ ചോദ്യം. ക്ലാസ് റൂമിനകത്ത് സംഭവിച്ചിട്ടില്ലാത്ത തുല്യത നാട്ടിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന എവിടുന്നാണ്? ഇത് നമ്മൾ അങ്ങനെ കാണാതെ എവിടെയോ പങ്കാളിത്തം ഉറപ്പാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എവിടെയാണെന്നാ പറയുന്നത്? സ്വന്തം അടിമകളെ പോലെ ക്ലാസ് റൂമിനകത്ത് പഠിച്ച് അടിമകളായിട്ട് ജോലി ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് സംഭവിച്ചു. അതൊന്നും പ്രാതിനിധ്യമല്ല. സ്വന്തമായി ജീവിതത്തിനകത്ത് പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നത് തൊട്ട് സ്വന്തമായി ജീവിതത്തിൽ എന്ത് പഠിക്കണമെന്ന് സ്വയം തീരുമാനിക്കുന്ന സ്ത്രീകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ക്ലാസ്സും ഒരു കോളേജോ ലോകത്തുണ്ടാകാതെ നാട്ടിലുണ്ടാകാം. ലോകത്ത് ഞാൻ പറയുമ്പം ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. അവിടെ ഉണ്ടാകാതെ നിങ്ങൾ എങ്ങനെയാണ്, എന്ത് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ടാണ് അത് പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബസ്സിനകത്തെ യാത്രക്കാർ സ്ത്രീകൾ കൂടി എന്ന് പറയുന്നത് വഴി പുരോഗമനം ഉണ്ടാകത്തില്ല. അടിമപ്പണി ചെയ്യുന്നിടത്ത് നമ്പർ കൂടിയാൽ അത് സ്ത്രീ പ്രാതിനിധ്യം കൊണ്ട് ഒരു മുന്നേറ്റവും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ആ തരത്തിലെ കോൺട്രഡിക്ഷൻ കാണുന്നത്. പുരുഷന്മാരെ ഒഴിവാക്കി സ്ത്രീകൾക്ക് ജോലി കൊടുക്കും ഈ സ്ഥാപനങ്ങൾ. എന്തുകൊണ്ടാണ്? കൂലി കുറച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ള അറിവുള്ളത് കൊണ്ടാണ്. അവരവിടെ വന്ന് കിടന്ന് അടിയന്തരമായി സമരം ചെയ്യത്തില്ലെന്നും പറഞ്ഞാൽ അനുസരിക്കുന്ന അടക്കവും ഒതുക്കമുള്ള തൊഴിലാളികളായി വീട്ടിലെ ഭാര്യമാരായി തുടരുന്നവർ നാട്ടിലെ തൊഴിലാളികളായി മാറും എന്ന് കണ്ടെത്തുന്നത് വഴി കൊടുക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലിയും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മറ്റേത് അതിന്റെ കണ്ടന്റിന് മാറ്റം വരും. എല്ലാ നഴ്സുമാരും വെറുതെ നോക്കിയാൽ മതി, എല്ലാ നഴ്സുമാരും സ്ത്രീകളാണെന്ന് തീരുമാനിക്കുന്നിടത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പ്രത്യേകം പറയും മെയിൽ നഴ്സ് എന്ന് പറഞ്ഞാൽ പെണ്ണാണെന്ന് അറിഞ്ഞുകൂടാത്ത ആരുമില്ല. കാര്യം എന്തുകൊണ്ടാ? അത് പരിചരണത്തിന്റെ മേഖലയാണ്. അധ്യാപകർ, ഇന്ന് ടീച്ചർ എന്ന് പറഞ്ഞാൽ പെണ്ണെന്ന അർത്ഥം. സർ എന്ന് പറയണം ആണുങ്ങളെ. അവിടുത്തെ നമ്പരും കൂടുതലാണ്, സ്ത്രീകൾക്കാണ് കൂടുതൽ. കാരണം അതും പരിചരണത്തിന്റെ മേഖലയാണ്. നിങ്ങൾ ഈ ക്ലർക്കന്മാരെ മുഴുവൻ എടുത്തു നോക്കണം, അവിടെയും സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ എംപ്ലോയ് ചെയ്തിട്ടുള്ളത്. അതും ഈ പറഞ്ഞാൽ അനുസരിക്കുന്ന, കുറെ ജോലി ചെയ്താല് വഴക്കിടാതെ അവിടെ ഇരുന്നോളൂ, അനുസരണയോട് പെരുമാറുമെന്ന് കണ്ടെത്തുന്നതുകൊണ്ടാണ് അതെല്ലാം വന്നിട്ടുള്ളത്. നിങ്ങള് സ്ത്രീകൾക്ക് തുറന്നു കൊടുത്ത മേഖല എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്ന പുരോഗമനം എന്ന് പറയുന്നത്, പ്രാതിനിധ്യം എന്ന് പറയുന്നത്, അതിന് കണ്ടന്റ് ഇല്ലാത്ത അടിമകളെ മാറ്റി കുറച്ചുകൂടെ കൊള്ളാവുന്ന അടിമകളെ പ്രതിഷ്ഠിച്ചത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് നഴ്സിംഗും ടീച്ചിങ്ങും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനായി മാറുന്നത്. അപ്പം ഈ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസ് റൂമുകളിനകത്ത് വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടായ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമ്മൾ പറയുന്ന ആ സാധനം ബ്രിട്ടീഷുകാർ എങ്ങനെ തുടർന്നോ, വിക്ടോറിയൻ കാലത്ത് ബ്രിട്ടീഷുകാർ എങ്ങനെ തുടർന്നോ അതുപോലെ തുടരുന്നവരാണ്. ഈ നമ്മുടെ നാട്ടിൽ പോലും
മറ്റ് മേഖലകളിൽ മുഴുവനും നമ്മൾ പലതരത്തിലുള്ള വികാസങ്ങൾ വരുത്തിയിട്ടും ഇതിനകത്ത് ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന സാധനത്തിന് തിരിച്ചറിഞ്ഞു പോലും ഇല്ലാത്ത സമൂഹമായിട്ടാണ് കേരളം പോലും നിലനിൽക്കുന്നത്. അതുകൊണ്ട് കേരളത്തിനകത്ത് പോലും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ ഈ പറയുന്ന ഒറ്റ ക്ലാസ് റൂം ഇതുവരെ ആ തുല്യത പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് നാട്ടിനകത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഈ അടിമകളായി മാറിയിരുന്ന തൊഴിലാളികളുടെ മേഖലയിലേക്ക് തന്നെയാണ് ഉള്ളത്. അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയിരുന്ന പുരുഷന്മാരെ ഒഴിവാക്കി അത്രത്തോളം സമരം ചെയ്യാത്തവരെ കടത്തിക്കൊണ്ടുവന്ന എളുപ്പമാണെന്ന് കണ്ടെത്തുന്ന യുക്തികൾ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ വോയിസസ് ഉള്ള അത്രയും ശബ്ദങ്ങൾ ഉയർത്താൻ കഴിവുള്ള സ്ത്രീകളെ അവിടെ ഇവിടെയും സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പങ്കാളിത്തമുണ്ടായിരുന്ന സ്ത്രീകളെ പോലും തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്ന പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ. കീഴോട്ടാണ് ആ മേഖല മുഴുവൻ വളർന്നത്. സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പങ്കാളികളായ സ്ത്രീകൾക്ക് ശേഷം ആ നിലവാരത്തിലുണ്ടായിരിക്കുന്ന ഒരു മൂവ്മെന്റ് തന്നെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല. ഈ പറയുന്ന തരംതിരിവോടെ സ്ത്രീകളെ തട്ടായിട്ട് മാറി ആ തട്ടെന്ന് പറയുന്ന താഴെ തട്ടാണെന്ന് എല്ലാവരും വിചാരിക്കുന്നിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പരിചരണത്തിന്റെ മേഖലകളിലുള്ള സർവീസ് സെക്ടർ എന്ന് നമ്മൾ പറയുന്ന മേഖലയിലേക്കാണ് സ്ത്രീകൾ കടന്നു വന്നിട്ടുള്ളത് മുഴുവനും. രാഷ്ട്രീയ മേഖലകളിനകത്ത് അവർ കടന്നു വരാൻ തീരെ അനുവദിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ അവിടെ ഉണ്ട്. ഈ പഞ്ചായത്തിനകത്തൊക്കെ സംവരണം ഉണ്ടാക്കി വെച്ചിട്ട് പോലും ഭാര്യമാര് മാത്രമാണ് വന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഭർത്താക്കന്മാര് നിന്നിരുന്ന സ്ഥലത്ത് പകരം ഭാര്യമാരെ അവിടെ നിർത്തി ഭർത്താക്കന്മാര് പുറകിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ആ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി വരുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഒരു സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന, അവരുടെ തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുന്ന ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അത് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് സ്ഥാനങ്ങളില്ല, അതിനകത്ത് സംവരണം വെച്ചിട്ടില്ല. അതുകൊണ്ട് അവർ ഇതുവരെയും ചെയ്തിട്ടുമില്ല. അത് അവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല. അതേപോലെ തന്നെ ആകെ വന്നിരിക്കുന്ന പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഈ സർവീസ് സെക്ടറാണ്. ആ സർവീസ് സെക്ടറിന്റെ ലക്ഷണം ഇതാണ്: വീട്ടിൽ ചെയ്യുന്ന പണി നാട്ടിൽ ചെയ്യാനായിട്ട് സ്ത്രീകളെ കിട്ടുമേ. അപ്പം കൂലി കുറച്ചു കൊടുത്താൽ എളുപ്പമാണ്. ഇപ്പോഴും നമുക്ക് നോക്കിയാൽ മതി, തുല്യവേതനം എന്ന് പറയുന്നത് നേരത്തെ കാലത്ത് പുരുഷന്മാര് പങ്കെടുത്തിരുന്ന മേഖലയിൽ മാത്രമാണ് സ്ത്രീകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തുല്യവേതനം കിട്ടുന്നത്. ശാരീരികമായ അധ്വാനം എന്ന് പറയുന്നതിനകത്ത് സ്ത്രീകൾക്ക് വളരെ അകലെയാണ് ഇപ്പോഴും. എല്ലാ പുരുഷന്മാരും തുല്യമായി ഒരുപോലെ പണിയെടുക്കത്തില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എങ്ങനെ അവർക്ക് തുല്യവേതനം കൊടുക്കുന്നത്? ഇനി അതാണ് ന്യായം എങ്കിൽ തുല്യവേതനം ഒരാൾ അധ്വാനിക്കുന്ന അനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ പുരുഷന്മാരെല്ലാവരും ഒരുപോലെ അധ്വാനിക്കാൻ കഴിയില്ലല്ലോ, ഒരുപോലെ ഭാരം പൊക്കത്തില്ലല്ലോ. അപ്പോഴും അവർക്ക് എല്ലാവർക്കും ഒരു തുല്യവേതനം കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് എങ്ങനെയാണ് 200 രൂപയെങ്കിലും കുറച്ച് കൊടുക്കുന്നത്? അതൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഈ ഒരു സ്ഥലത്തും ആ നിലവാരത്തിലുള്ള പുരോഗമനപരമായ നിലപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളിത് അറിയുന്ന പോലെ കുറെ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ സംഭവിച്ച സാധനം പുറകോട്ട് പോയ സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. സ്വാതന്ത്ര്യ സമരത്തിനകത്ത് സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണം പിൽക്കാലത്തെ സമരങ്ങളിനകത്ത് കുറഞ്ഞു വരികയായിരുന്നു സംഭവിച്ചതെന്ന് കാണേണ്ടത്. മാത്രമല്ല, പൊതുവെ രാഷ്ട്രീയത്തിനകത്ത് പങ്കെടുക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ന്യായവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പുരുഷന്മാർക്കും ബാധകമായിട്ടുണ്ട് സ്കൂളുകൾക്ക്. രാഷ്ട്രീയമില്ലാത്ത സ്കൂളുകളാണല്ലോ നമുക്ക് നാട്ടിലുള്ളത്. രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനകൾ ഉണ്ടാക്കുന്ന സ്ഥലമായിട്ട് അതിനെ മോശമായി കാണുകയും കൂടെ ചെയ്യുന്ന സ്ഥലമാണ്. 18ാമത്തെ വയസ്സിൽ വോട്ട് കൊടുക്കും. ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന് പറയുന്നത്, ആ ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് കീഴടങ്ങി നിൽക്കുന്നവരുടെ പ്രാതിനിധ്യമാണ് ഉറപ്പാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഒരു തുല്യതാ പ്രയോഗവും ഇല്ല. അതുകൊണ്ട് അവിടെ സ്ത്രീകൾ വരണം എന്ന് വെക്കുന്നത് അവരുടെ വോട്ട് വല്ലതും കിട്ടാനുള്ള, സ്ത്രീകളുടെ വോട്ട് സ്ത്രീകൾക്ക് കിട്ടും എന്നുള്ളതിന് യാതൊരു ന്യായവും ഇല്ല. അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അപ്പൊ ജയിക്കുന്നതിനെ പറ്റി മാത്രം ആലോചിക്കുമ്പോൾ സ്ത്രീകളെ നിർത്തിയാൽ ജയിക്കത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. സ്ത്രീകൾ തന്നെ വോട്ട് കൊടുക്കുന്നില്ല സ്ത്രീകൾക്ക്. അത്തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രമേ അതൊക്കെ മനസ്സിലാകത്തുള്ളൂ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ലിംഗവിവേചനപരമായ സ്കൂളുകളിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങുന്ന സ്ത്രീകൾക്ക് സ്വന്തമായ വ്യക്തിത്വമുള്ള മനുഷ്യരായി അവർ മാറും എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. അതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മാറ്റവും ആ നാട്ടിൽ വന്നിട്ടില്ല. 70 വർഷമായി
അത്തരത്തിലുള്ള വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാകാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ എവിടെയാണ് ഈ കിടന്ന് തട്ടുന്നത്? ഇപ്പൊ കേരളത്തിന്റെ അന്തരീക്ഷത്തിനകത്ത് ഏറ്റവും കൂടുതൽ സ്കൂളിൽ വിദ്യാഭ്യാസം നേടിയ ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ ലിംഗവിവേചനം അനുഭവിക്കുന്ന സമൂഹത്തിൽ ഒന്നാണ് കേരളം. അതിൽ കൂടുതൽ സ്വാതന്ത്ര്യം മറ്റു സമൂഹങ്ങളിൽ അത്രയും വിദ്യാഭ്യാസങ്ങൾ ലഭിക്കാത്ത സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഉണ്ട്. അത് പഴയ സമൂഹത്തിന്റെ ലക്ഷണത്തിനകത്ത് വരുന്ന ഒരു തലവും കൂടാണ്. കാരണം ഗോത്രത്തിനകത്ത് സ്ത്രീകൾക്ക് പിന്നെയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആ നിലവാരത്തിൽ ഗ്രാമീണ മേഖലകളിലൊക്കെ സ്ത്രീകള് അവർക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്ത് ജീവിക്കണം. കാരണം ജീവിക്കാൻ വേണ്ടി പല പണികളും ചെയ്യേണ്ടി വരുന്ന സമൂഹത്തിനകത്ത് കുറച്ചുകൂടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതും കൂടെ പോയി ഈ ക്ലാസ് റൂമിനകത്ത് കയറ്റി ഇറക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായി ആൺകുട്ടികളെ അപമാനിക്കാനായിട്ട് പെൺകുട്ടികളുടെ ഇടയിൽ ഇരുത്തുന്ന അധ്യാപകരുടെ ലോകത്തേക്ക് നമ്മളുണ്ട്. അപ്പൊ അങ്ങനെ രണ്ടാം തരം ആണ് ഞാൻ എന്ന് അക്ഷരത്തിലൂടെ പഠിച്ച് രണ്ടാം തരം ആകുകയും കൂടെ ചെയ്തിട്ട് മാനസികമായി യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു സ്ത്രീകളെ ഉത്പാദിപ്പിച്ചിരിക്കുന്ന സമൂഹത്തിനകത്താണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുല്യത പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത് ക്ലാസ് റൂമിനകത്താണ്. അല്ലാതെ പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ എന്ത് പണിയും ചെയ്യാനായിട്ട് ആരെയും വിളിക്കാം എന്ന് പറയുന്നത് വഴി പുറത്തിറങ്ങി നടക്കാനും രാത്രി നടക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അത് അവരെ പലതരത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് കണ്ടെത്തുന്ന യുക്തി കൊണ്ടാണ് അതൊക്കെ നിൽക്കുന്നതൊക്കെ കാണാം. പക്ഷെ അവരുടെ മാനസികമായിട്ട് അവരെ ഇങ്ങനെ ഒതുക്കി കളയുന്നതിനകത്ത് ചില വിടവുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലും ലഭിക്കാതെ ആയിപ്പോയി ഈ ക്ലാസ് റൂമിൽ കയറി ഇറങ്ങുമ്പോൾ. നമ്മുടെ ക്ലാസ് റൂമിനകത്താണ് ഏറ്റവും വലിയ വിവേചനം. അത് പ്രത്യേകിച്ചും ലിംഗവിവേചനം ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ക്ലാസ് റൂംസ് ആണ്. അതുകൊണ്ട് 100% സാക്ഷരത നേടിയിട്ടുള്ള കേരളം പോലുള്ള സ്ഥലങ്ങളില് സ്ത്രീകൾക്ക് കൂടുതൽ വിവേചനം അനുഭവിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ. തൊടേണ്ടടുത്ത് തൊട്ടിട്ടില്ല, ഇതുവരെ തൊട്ടിട്ടില്ല. സ്വന്തമായി തെരഞ്ഞെടുക്കുന്ന സ്ത്രീകള് സ്വന്തമായി ഇണകളെ തിരഞ്ഞെടുക്കുന്നത് എവിടെയാണ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ തന്നെ പറ, എവിടെയാണ് അങ്ങനെ ഒരു പ്രൊമോഷനുള്ള ഡേറ്റ് ചെയ്യുന്ന സ്ത്രീകൾ പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളെ തെരഞ്ഞെടുക്കാൻ അങ്ങനെ അവകാശമുള്ള ഒരു സമൂഹം ഇന്ത്യയിൽ എവിടെയാ ഉള്ളത്? ഗോത്രങ്ങളിലുണ്ട്. നിങ്ങളത് നോർത്ത് ഈസ്റ്റിലൊക്കെ പോയാല് അവിടെ സ്ത്രീകൾ തെരഞ്ഞെടുക്കുന്ന കാണാൻ പറ്റും. ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്നതും കൃഷി സമൂഹങ്ങളിൽ ഇല്ലാതായി പോയതും വ്യവസായ സമൂഹങ്ങളിൽ തീർത്തും അപ്രസക്തമായി പോയതുമായ സ്ഥലങ്ങളാണ് അതൊക്കെ. ഇത് പഠിപ്പിച്ച് തുല്യത രൂപപ്പെടുത്തുന്നതിന് പകരം പഠിപ്പിച്ച് തുല്യത ഇല്ലാതാക്കുന്ന ഈ പറഞ്ഞ സർവീസ് സെക്ടറിലേക്ക് മാത്രം മനുഷ്യരെ ഒതുക്കി സ്ത്രീകളെ ശരിക്കും പറഞ്ഞ ബൊൺസായി പോലെ വളർത്തി ഉണ്ടാക്കിയിരിക്കുന്ന സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഒരു പ്രാതിനിധ്യം ഉണ്ടാകാനായിട്ട് അവരുടെ മുൻകൈ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ. ശബരിമല സമരത്തിനകത്ത് കുലസ്ത്രീകളൊക്കെ മുന്നോട്ട് വരുന്നത്. നാട്ടിനകത്ത് വിശ്വാസം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാനുള്ള ഇടം അമ്പലവും പള്ളിയാണെന്നും ഏതെങ്കിലും സ്വാമിമാരുടെ കാലയിൽ പോയി ഇരിക്കുന്നതാണെന്നും വിചാരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അമ്പലവും പള്ളിയിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് സ്ത്രീകളാണ്. കാരണം അവർക്ക് ഇറങ്ങാൻ ന്യായമായ സ്ഥലമായി കാണുന്നത് കൊണ്ടാണ്. പാർക്കിൽ പോയിരിക്കുന്ന സ്ത്രീകൾ അബദ്ധസഞ്ചാരിണികളായിട്ടാണ് കാണുന്നത്. അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന സ്ത്രീകളുമാണുള്ളത്. അതുകൊണ്ടാണ് ക്ഷേത്രപ്രവേശനം തുല്യമായി കിട്ടിയിട്ട് അതിനെതിരെ സമരം ചെയ്ത സ്ത്രീകളാണ്. ഇന്ത്യയിലെ സതി നിർത്തലാക്കിയപ്പോൾ അതിനെതിരായിട്ട് സമരം ചെയ്യാനായിട്ട് 50,000-ൽ പരം സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു നാട്ടിലിരുന്നുകൊണ്ട് വേണം നമ്മളിതൊക്കെ പറയാൻ. അതുകൊണ്ട് വിദ്യാസമ്പന്നരാകുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തൊഴിൽ പഠിക്കുന്നു എന്നുള്ളതല്ലാതെ പൗരബോധ നിർമ്മാണം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സ്കൂളിനകത്തുനിന്ന് വേറൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പ്രാതിനിധ്യമുള്ള സ്ത്രീകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളിനകത്ത് ഇതുവരെ കടന്നു വന്നിട്ടില്ല. ഈ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തും സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള സ്ഥാനം നൽകാത്തിടത്തോളം കാലം അതിന്റെ പ്രാതിനിധ്യം ഉണ്ടാകത്തില്ല. അത്രയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നാട്ടിൽ ഭയങ്കര മാറ്റം വന്നു എന്നൊക്കെ പറയാതെ അവിടെ എവിടെയും 1-2 മനുഷ്യർ നടന്ന് എന്തെങ്കിലും സംസാരിക്കുന്ന കേട്ടിട്ട് നാട് ഇളകിപ്പോയെന്നും ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റ് പോലത്തെ സംസാരങ്ങളുടേതായ ലോകമേ ഉള്ളു. അല്ലാതെ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല.
ഉള്ള സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിനെ ചെയ്തിട്ട് കണക്കെടുത്താൽ കൃത്യമായിട്ട് അത് കാണാനും പറ്റും. ക്ലാസ് റൂമിനകത്തു നിന്ന് അടിമപ്പണി ചെയ്യുന്ന മേഖലയിലേക്ക് സ്ത്രീകളെ തുറന്നു വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിയാൽ IT സെക്ടറിലേക്കും സ്ത്രീകൾ കൂടുതൽ വരും. കാരണം അവിടെ ട്രേഡ് യൂണിയനും കൂടി ഇല്ല. അപ്പൊ അതിനകത്ത് ഒരു പറയാതെ അനുസരിച്ച് ഇരുന്നോളും എന്ന് കാണുന്ന കാരണം കണ്ട് ഒരു കൂട്ടിനകത്ത് ഇരുന്നോളും. ബ്രോയിലർ ചിക്കനാണ് ഈ IT ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നം നമ്മുടേതല്ല, അത് വ്യക്തിപരമാണ്, അതൊരു സംഘത്തിന്റെ പ്രശ്നമായിട്ട് കാണാൻ അനുവദിക്കാത്തതാണ് ട്രേഡ് യൂണിയൻ വേണ്ടാന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ വ്യക്തിപരമായ പ്രശ്നമായിട്ട് കാണുകയും അതിനകത്തേക്ക് സ്ത്രീകളെ കടത്തി വരുവാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് കൈകാര്യം ചെയ്യുമെന്ന് അറിയുകയാണെങ്കിൽ അവിടേക്ക് കടത്തിവിടും. നിങ്ങൾ നോക്കിയാൽ മതി, ഇത്തരത്തിലുള്ള തുല്യമായി ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴും നമ്മൾ എത്ര എന്താണ് അവിടുത്തെ KSRTC ഡ്രൈവർമാരായിട്ട് എത്ര സ്ത്രീകളുണ്ട്? കാർ ഓടിക്കാൻ എന്താ വല്ല ഭാരം പൊക്കുന്ന അത്രയും ആവശ്യമുണ്ടോ? സ്കിൽഡ് ലേബർ അല്ലേ? സ്കിൽഡ് ലേബറിനകത്ത് ആണിനും പെണ്ണിനും അവിടുത്തെ ബുൾഡോസർ എല്ലാം ഓടിക്കാനായിട്ട് സ്ത്രീകളുണ്ടോ? ഇതിനൊന്നും സ്കില്ല് മാത്രമാണ്, ഒരു ശാരീരിക ബലവും ആവശ്യമില്ല. പണ്ട് എയർ ഹോസ്റ്റസുമാര് കയറുന്ന അത്രയും പൈലറ്റുമാരുടെ ഇന്നും നമുക്ക് നോക്കിയാൽ മതി, പൈലറ്റുമാരുടെ എണ്ണം എടുത്താൽ വളരെ കുറവാണ്. എന്നാൽ അങ്ങനത്തെ ഒരു സംഭവം നാട്ടിൽ നടന്നിട്ടില്ല. പോലീസിനകത്തൊക്കെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളു, പട്ടാളത്തിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളു. അതേ സമയത്ത് ആർമി പോലെയാണ്, നമ്മൾ ഈ പട്ടാളം പോലെയാണ് നേഴ്സുമാരുള്ളത്. എന്തുകൊണ്ടാ? പരിചരണത്തിനുള്ള സ്ഥലമാണ്, അധ്യാപകരുടെ സ്ഥലം, അക്ഷരം പഠിപ്പിക്കാനായിട്ട് പിള്ളേരെ. അപ്പൊ അവിടെ പോയി കിടന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിനകത്ത് പുരുഷന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമെന്ന് അറിയുന്ന കാരണം കൊണ്ട് എല്ലാ സ്ത്രീകളെയും അവിടോട്ട് വിടും. ഇതൊക്കെ നമ്മൾ നോക്കിയാൽ മതി. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രാതിനിധ്യവും ലഭിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ. പിന്നെ പൗരബോധ നിർമ്മാണം നടക്കാത്ത ഒരു സമൂഹത്തിനകത്ത് അത്തരത്തിലുള്ള പണികളിലേക്ക് ഇറങ്ങി എന്നത് കാരണം കൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ആ ലെവലിൽ ഉണ്ടാകത്തില്ല. അത് മനസ്സിലാക്കി അവിടുത്തെ സ്ത്രീകള് സംഘടിക്കണം എന്ന് ഞാൻ പറയുമ്പം അത് ഈ ക്ലാസ് റൂമിനകത്ത് രൂപപ്പെടുത്തിയാലേ സംഘടിക്കാനും കഴിയുള്ളൂ. അത് വളരെ ബോധപൂർവം വളരെ കൃത്യമായിട്ട് വിവാഹത്തിനകത്ത് തെരഞ്ഞെടുക്കാനുള്ള അനുവാദമില്ലാതിരിക്കുന്നത്, ഇണകളെ തെരഞ്ഞെടുക്കാൻ അനുവാദമില്ലാതിരിക്കുന്നത്, സ്വന്തം തൊഴിൽ കണ്ടെത്താനായിട്ട് തെരഞ്ഞെടുക്കാൻ കഴിയാതിരിക്കുന്നത്, അവിടുത്തെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ 6 മണിക്ക് അടയ്ക്കും. നിങ്ങൾ എവിടെയാണ് ഇതൊക്കെ കാണിക്കുന്നത്? എന്ത് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് പറയുന്നത് എന്റെ ചോദ്യം. പണ്ടത്തെ സാഹിത്യകാരന്മാരെല്ലാം പെണ്ണുങ്ങളുടെ പേരിൽ എഴുതി പ്രസിദ്ധീകരിക്കുമായിരുന്നു. എഴുതിയ സാധനമെല്ലാം മോശമാണെന്ന് നാട്ടുകാർ വിചാരിച്ചാൽ അവർ പെണ്ണുങ്ങളുടെ പേര് പൊക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എഴുതുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എഴുത്ത് നല്ലതാണെങ്കിൽ പ്രത്യക്ഷപ്പെടുന്ന പുരുഷന്മാരുണ്ട്, ഞാൻ തന്നെയാണ് ഇതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അല്ലാതെ സ്വന്തമായി എഴുതുന്നവരുടെ എണ്ണമൊക്കെ ഇപ്പോഴും കുറവാണ്. നമ്മൾ വെറുതെ എടുത്താൽ മതി അത്. അതുകൊണ്ട് ഇനിയും നടന്നിട്ടില്ലാത്ത ലിംഗവിപ്ലവത്തിന് ലിംഗവിപ്ലവമൊക്കെ നടന്നതിന് ശേഷമാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എനിക്ക് മനസ്സിലാവും. അതൊന്നും ആരംഭിച്ചിട്ടില്ല. എന്റെ സുഹൃത്തുക്കളും ഞാനുമായിട്ടൊക്കെ ചേർന്നിട്ട് ഫെമിനിസ്റ്റ് പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കുന്നവരുടെ എണ്ണം ഇപ്പോഴും വിരലെണ്ണി തീർക്കാൻ പറ്റും. കേരളത്തിൽ ഫെമിനിസ്റ്റുകൾ എന്ന് സ്വയം പറയാൻ ധൈര്യപ്പെടുന്ന, എന്ന് പറഞ്ഞാൽ തുല്യതയ്ക്ക് വേണ്ടി നിൽക്കുന്ന, സ്ത്രീ പുരുഷ തുല്യതയ്ക്ക് വേണ്ടി നിൽക്കുന്ന സ്ത്രീകൾ എത്രയുണ്ട് എന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ എണ്ണി തീർക്കാൻ പറ്റും. ഇതൊക്കെ ഞാനിതൊക്കെ ഇങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് ഇതിനെതിരായിട്ട് ജീവിതം മുഴുവനും പണിയെടുത്തവർ തന്നെയാണ് ഇരുന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ അങ്ങനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. അത് തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നാ ഞാൻ പറയുന്നത്. അത് അവിടുത്തെ ക്ലാസ് റൂം മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. വീടുകളിനകത്ത് ഇണകളെ തെരഞ്ഞെടുക്കാനായിട്ട് അനുവദിക്കാൻ കഴിയാതിരുന്നിട്ടും ഇന്നും പ്രണയിക്കുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതി കൊണ്ടുപോയതിനു ശേഷം നിയമം കൊണ്ട് പുറത്തു വിടുകയും ചെയ്തിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് ഒരു ഇൻഡിക്കേറ്ററും ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ ഈ പറയാം. നിങ്ങൾ വെറുതെ പലതും നടന്നു, ഈ പലതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറ. എന്താണ് ഈ പലത് നടന്നത്?
പലത് നടന്നതാണ് ഈ ശബരിമലയെ ഞങ്ങൾ കേറത്തില്ലെന്ന് പറയാനായിട്ട് ഇറങ്ങിയ സ്ത്രീകളെയാണ് നമ്മൾ കണ്ടത്. സംഘമായി കേറുമെന്ന് പറയുന്നവരെ എണ്ണി തീർക്കാം, വിരലിൽ എണ്ണി തീർക്കാം. അറിഞ്ഞുകൊണ്ട് നമ്മൾ പോയിട്ടുള്ളത് 4 പേരാ. അറിയാതെ വേഷം മാറി നമ്മളെല്ലാം വിട്ടിട്ടുണ്ട് 2 പേരെ. ആ വിട്ടവരും കൂടെ ചേർത്താൽ 10 പേരിനകത്ത് തീരും. ഇത്രയും പേരല്ലേ കേരളത്തിനകത്ത്. അവരെ ഇങ്ങനെ എന്തോ ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്നിടത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളൊക്കെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഒരു തെറ്റിദ്ധാരണ തന്നെ. ജനാധിപത്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യരുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് തുല്യമായി സ്ത്രീകളൊക്കെ എന്തെങ്കിലും ചെയ്യും എന്ന് വിചാരിക്കേണ്ട കാര്യമേ. ക്ലാസ് റൂമിനകത്തൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. വിവേചനം നിറഞ്ഞ ക്ലാസ് റൂമിനകത്താണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് ജോലിക്കാരാകാനാണ്, സ്വതന്ത്രമായ പൗരന്മാരാകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടില്ലാത്ത ഒരു സമൂഹത്തിനകത്ത് അത്തരത്തിലുള്ള ഒരു ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യത്തില്ല. കുടുംബശ്രീ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇതെല്ലാം ഉണ്ടെന്ന് എനിക്കറിയുന്ന ആളാണ്. കുടുംബശ്രീക്കകത്ത് കുടുംബം എന്ന് പറയുന്നത് പെണ്ണുങ്ങളാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. പുരുഷന്മാർ പരസ്പരം പറയത്തില്ലേ ഞാൻ ഫാമിലിയായി അങ്ങോട്ട് പോയി എന്ന്. അപ്പൊ അയാൾ ഫാമിലി അല്ല, അയാളുടെ ഫാമിലിയാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് അർത്ഥം. ഫാമിലിയായി പുറത്തിറങ്ങുന്നത് ഭാര്യമാരായിട്ടിരിക്കുന്നവരാണ് ഭാര്യ. വേറെന്ത് പറയാനാണ്? അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല. ക്ലാസ്സിനകത്ത് വന്നാൽ പഠിക്കപ്പെടുന്നത് കീഴടങ്ങാനാണ്. അടക്കോ ഒതുക്കത്തോടെ അനുസരണയോടെ പെരുമാറാനാണ് പഠിപ്പിക്കുന്ന ക്ലാസ് റൂമാണ്. അല്ലാതെ പൗരബോധം ഉണ്ടാക്കി തന്നെത്താൻ തീരുമാനം എടുത്ത് സ്വന്തം ഇണകളെ തെരഞ്ഞെടുക്കുന്ന ഒരാളെ അവിടെ ഉണ്ടാക്കിയിട്ടില്ല. ആണിനെയും പെണ്ണിനെയും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ എല്ലാം പുരുഷന്മാരാണെന്ന് പറയുമ്പോൾ അവന്മാരും എല്ലാം ഈ പറയുന്ന അടിമകളായിട്ടുള്ള മനുഷ്യരേ ഉള്ളു. അല്ലാതെ സ്വാതന്ത്ര്യമുള്ള പുരുഷന്മാരും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ പറയുമ്പോ അതും കൂടെ മനസ്സിലാക്കണം. സ്ത്രീകളെ വീട്ടിലിരുത്തി അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കാമെന്ന് കണ്ടെത്തിയിട്ടുള്ള അല്ലാതെ തുല്യരായി കാണുന്ന പുരുഷന്മാരോടുണ്ടോ? ഇതൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ ജനാധിപത്യ ബോധമൊന്നും ഉണ്ടാകാത്ത ഒരു സമൂഹത്തിനകത്ത് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇതിനുവേണ്ടി ശ്രമിക്കാതിരിക്കാൻ വേണ്ടി പറയുകയല്ല, നമ്മൾ ആരംഭിച്ചിട്ടില്ലാത്തടത്തൊന്നും ഈ ചോദ്യം ചോദിച്ചുകൂടാന്നാ ഞാൻ പറയാം. അതെനിക്കറിയാം. വേണ്ട വലിയൊന്ന് ചോദിച്ചാണ് നടക്കാനായിട്ട്. എന്തുകൊണ്ടാണ് പ്രാതിനിധ്യം ഉണ്ടാകാത്തത്? രാഷ്ട്രീയമായ സ്ഥലത്ത് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ തീരുമാനം എടുക്കാൻ കഴിവുള്ളവരായിട്ട് മാറുന്നത്. അതുകൊണ്ട് അവരെ അടുപ്പിക്കില്ല. അവിടെ അധികാരം, ഞാന് ജനാധിപത്യത്തിനകത്ത് അധികാരത്തിൽ ഏറാനല്ല എന്ന് ഞാൻ അറിയുമ്പോഴും അത്തരത്തിലുള്ള ഡിസൈഡ് ചെയ്യാൻ, കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്നിടത്തേക്ക് പരിശീലനമില്ലാതെ ആർക്കും വരാൻ പറ്റില്ല. അത്തരത്തിലുള്ള പരിശീലനം ലഭിക്കാനായിട്ടുള്ള ഒരു പഴുതും സ്ത്രീകൾക്ക് കൊടുക്കാതാണ് വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം വീടുകളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ പറ്റും? ബോൺസായി പോലെ വളർത്താത്ത ഒരു പെൺകുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇന്നും അത്ഭുതമാണ്. വണ്ടി ഓടിക്കുന്ന KSRTC ഡ്രൈവറായ ഒരു സ്ത്രീ വന്നാൽ ഇപ്പോഴും പടം എടുത്ത് ഇതിനകത്തിടും, പത്രത്തിനകത്തിടും, പ്രത്യേക ഇന്റർവ്യൂ ആണ്. ഒരാൾ കളക്ടർ ആയാൽ പോലും ഇന്റർവ്യൂ ചെയ്തു. കാരണം അതൊക്കെ അത്ഭുതമാണ്, അത്ഭുതത്തിൽപ്പെടുന്നവരാണ്. 70 വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ടെന്നാണ്. മൂന്ന് തലമുറ കഴിഞ്ഞു, ആരംഭിച്ചിട്ടില്ല. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ബാധകമാണെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഘട്ടം. കാരണം ജനാധിപത്യ പൗരബോധം ആരംഭിച്ചിട്ടില്ലാത്ത ഒരു സമൂഹത്തിനകത്ത് നമ്മൾ ഇത് പ്രതീക്ഷിക്കണം. അതാണ് എന്റെ ഇൻഡിക്കേറ്റർ. അഴിച്ചു പണിയേണ്ട വിദ്യാഭ്യാസ മേഖലകളാണ്. അവിടെ സ്ത്രീ അധ്യാപകർ വരുന്നത് വഴിയല്ല, വിദ്യാഭ്യാസം എന്താണെന്ന് തിരിച്ചറിവുള്ള മനുഷ്യർ വരുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നഴ്സുമാരെന്ന് പറഞ്ഞാൽ സ്ത്രീകളാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സമൂഹം.
അത്ഭുതമാണ് മെയിൽ നേഴ്സ് എന്ന് കേൾക്കുമ്പോൾ. കാരണം നഴ്സ് പണി പെണ്ണുങ്ങളുടെ പണിയാണെന്ന് എല്ലാവർക്കും. ഇപ്പൊ നഴ്സുമാരുടെ വാലയെ കടിച്ചിട്ട് ഭർത്താക്കന്മാര് യൂറോപ്പിലേക്ക് പോകുന്നു എന്ന് പറയുന്ന കഥയുണ്ട്. എല്ലാം ഇങ്ങനത്തെ തമാശകളുടെ ലോകത്ത് നിൽക്കുന്നേ ഉള്ളു. അല്ലാതെ നമ്മുടെ നാട്ടിലൊന്നും മനുഷ്യത്വപരമായിട്ടുള്ള ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസം ആരംഭിക്കാതെ ഈ ചോദ്യം ചോദിച്ചു വിടും. സ്വത്തിലെ തുല്യാവകാശം ഉണ്ടാകാനായിട്ട് മേരി റോയിയുടെ കാലത്താണ് ക്രിസ്ത്യൻ ഇതിനകത്ത് നടക്കുന്നത്. ഇതൊക്കെ എത്ര നാളായി? ഒരു 20 വർഷമല്ലേ ആയിട്ടുള്ളൂ. സ്വത്തിൽ അവകാശമില്ല. പണ്ട് സ്വത്ത് അവകാശം സ്ത്രീകളിലൂടെ ആയിരുന്നു വരുന്നത്. അപ്പോഴും അത് സ്ത്രീകളുടേതല്ലത്. പുരുഷന്മാര് അവരുടെ ജനിതകം അനുസരിച്ച് അനന്തരവന്മാർക്ക് കൊടുക്കാനാണ് തായ് വഴി. അല്ലാതെ അത് സ്ത്രീകളുടെ മെട്രി ലീനിയൽ സിസ്റ്റം എന്നാണ്. അന്ന് ആളുകൾ അതിനെ മെട്രി ആർക്കിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടൊക്കെ സംസാരിക്കും. ഭരണപരമായി സ്ത്രീകൾക്ക് കഴിവുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയല്ല. സ്ത്രീകളിലൂടെ സ്വത്ത് കൊണ്ടുവന്നാൽ അത് അനന്തരവർക്ക് കൊടുത്താൽ ജനിതകം ഉറപ്പാക്കാൻ കഴിയും എന്നറിയുന്ന കാരണവന്മാരുടെ ലോകമായിരുന്നു കേരളത്തിലൊക്കെ ഉണ്ടായി. അല്ലാതെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. അവർക്ക് തെരഞ്ഞെടുക്കാനും തീരുമാനിക്കാനും കാരണം ഒരു കത്ത് പോയാലെങ്ങാനും തീരുമാനിക്കാൻ കഴിയുന്നത്. അങ്ങനെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും തന്നെ സംഭവിക്കാത്ത ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്, അത് കൂടുതൽ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിനകത്ത് തിരിച്ചു പൊക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചത് ആ ചോദ്യം പ്രയോജനമില്ലാത്ത ചോദ്യമാണെന്നേ ഞാൻ പറയും. ഒന്നും സംഭവിച്ചിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പങ്കെടുത്ത പെൺകുട്ടികളെ വീണ്ടും വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ജോലിക്കാരായി, കൂലിക്കാരായി, പുരുഷന്മാരെ സേവിക്കുന്ന സ്ത്രീകളായി, കുലസ്ത്രീകളാക്കി മാറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിനകത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയും പാടില്ല എന്ന് അത്രയും പറയുന്നു.